അടുത്തതായിട്ട് നമുക്കൊരു സൽസന്താനം ജനിക്കണം. സ്വഭാവദൂഷ്യമോ അക്രമവാസനയോ കൊലപാതകവാസനയോ അല്ലെങ്കിൽ ആത്മഹത്യാപ്രവണതയോ അല്ലെങ്കിൽ മാനസികരോഗമോ അംഗവൈകല്യം ഇങ്ങനൊന്നും ഇല്ലാത്തൊരു സന്താനം ജനിക്കണമെങ്കിൽ നമ്മളെങ്ങനെ ഗൃഹസ്ഥാശ്രമ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ പുറമോട്ട് 2.5-3 മണിക്കൂർ. എന്ത് കാര്യം ചെയ്യാനും നല്ല സമയം നോക്കി ചെയ്യണം എന്നുള്ള ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതിനകത്ത് ജാതി മത വ്യത്യാസമൊന്നും. അങ്ങനെ വരുമ്പോൾ ഒരു സൽസന്താനത്തിന് വേണ്ടി നമ്മൾ ശാരീരിക ബന്ധം പുലർത്തേണ്ടത് ഈ ബ്രഹ്മമുഹൂർത്തത്തിലാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കൈകാൽ ശുദ്ധി വരുത്തി നിലവിളക്കോ മെഴുകുതിരിയോ അല്ലെങ്കിൽ 2 ചന്ദനത്തിരിയോ എന്തെങ്കിലും കത്തിച്ചു വെച്ച് ഭാര്യയും ഭർത്താവും കൂടെ അല്പസമയം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, അവരൊരു വിശ്വാസം അനുസരിച്ച് ഗുരുവേ അപ്പ എന്താ പ്രാർത്ഥിച്ചിട്ട് ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും രക്ഷകർത്താക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ സമുദായത്തിനും ഈ ലോകത്തിനും ഉപകാരപ്രദമായ ഒരു ആത്മാവിനെ ഞങ്ങൾക്ക് തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സന്തോഷത്തോടെ വളരെ പവിത്രമായ മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ശാരീരിക ബന്ധം പുലർത്താൻ.